നമസ്കാരം. മാധ്യമങ്ങളുടെ വ്യാജ വാർത്തയും പ്രതിപക്ഷത്തിന്റെ വ്യാജ ആരോപണങ്ങളും പൊളിക്കുന്ന പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 ദിവസമായി തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും മാധ്യമങ്ങൾ പുറത്തുവിട്ട 2 വ്യാജ വാർത്തയും ഒപ്പം പ്രതിപക്ഷ അംഗങ്ങൾ ഉന്നയിച്ച ചില വ്യാജ പ്രചരണങ്ങളുമാണ് ഈ എപ്പിസോഡിലൂടെ നമ്മൾ പൊളിച്ചടക്കുന്നത്. ആദ്യം തന്നെ മാധ്യമങ്ങളിൽ വന്ന വ്യാജ വാർത്ത ഒന്ന് നോക്കാം. +1 സീറ്റ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് KSU കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ വാഹനം തടഞ്ഞു നിർത്തി ഒരു കൊടി കെട്ടിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. ആ കൊടി കെട്ടുമ്പോൾ ഒരു രീതിയിലുള്ള പ്രകോപനവും ഉണ്ടാക്കാതെ സമരം ചെയ്യുന്നവർ സമരം ചെയ്യട്ടെ, അത് അവരുടെ അവകാശമാണ് എന്ന മട്ടിൽ വി ശിവൻകുട്ടി അതിനകത്തിരിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. മാധ്യമങ്ങൾക്ക് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം മാധ്യമങ്ങൾക്ക് എന്താണ് ആവശ്യം? മാധ്യമങ്ങൾക്ക് അവിടെ ഒരു സംഘടനം ഉണ്ടാകണം എന്നതാണ് അവരുടെ ആവശ്യം. പക്ഷേ അതിനൊന്നും ഒരു ഇട കൊടുക്കാതെ വി ശിവൻകുട്ടി കുട്ടികൾ പ്രതിഷേധിക്കട്ടെ എന്ന രീതിയിലിരുന്നു. പിന്നീട് വി ശിവൻകുട്ടി മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ KSUവിൻ്റെ സമരത്തെ പരിഹസിച്ചുകൊണ്ട് ഒരു വാചകം പറയുകയുണ്ടായി. കുറേ നാളായില്ലേ സമരമൊക്കെ ചെയ്തിട്ട്, ഒന്ന് ഉഷാറാകട്ടെ എന്ന്. മാധ്യമങ്ങളാകട്ടെ ഈ വാർത്ത വളച്ചൊടിച്ച് SFIയുടെ സമരത്തെ പരിഹസിച്ച് വി ശിവൻകുട്ടി എന്ന മനോരമയും മാതൃഭൂമിയും അടക്കമുള്ള മാധ്യമങ്ങളൊക്കെ കൊടുത്തു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഈ വാർത്ത കൊടുത്തതിൻ്റെ അവരുടെ ഉദ്ദേശം SFIയെയും ഒപ്പം വി ശിവൻകുട്ടിയെയും തമ്മിൽ തല്ലിക്കാൻ വേണ്ടി ചെയ്തൊരു പരിപാടിയാണ്. പക്ഷേ ചീറ്റിപ്പോയി. ഇതെങ്ങനെയാണ് പൊളിഞ്ഞത് എന്ന് കൂടി നമുക്ക് നോക്കാം. ഓരോ വ്യാജ വാർത്തയും എങ്ങനെയാണ് പൊളിഞ്ഞതെന്ന് നമ്മൾ ഈ എപ്പിസോഡിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. വി ശിവൻകുട്ടി ഈ വാർത്താ സമ്മേളനം നടത്തിയത് നമുക്കറിയാം. അത് വീഡിയോ ആയിട്ടാണ്. ഒരു വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പഴയതുപോലെ ഒന്നുമല്ല, പത്രങ്ങൾ മാത്രമല്ല, ഇപ്പോൾ അവിടെ ഡിജിറ്റൽ മീഡിയകളുണ്ട്, വിഷ്വൽ മീഡിയാസൊക്കെ ഉള്ളതുകൊണ്ട് ഈ വാർത്താ സമ്മേളനം മുഴുവൻ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അന്നത്തെ വാർത്താ സമ്മേളനത്തിൽ എന്താണ് പറഞ്ഞതെന്ന് വി ശിവൻകുട്ടി തന്നെ ആ വീഡിയോ ക്ലിപ്പ് പുറത്ത് വിട്ടുകൊണ്ട് നുണ എന്തിന് പ്രചരിപ്പിക്കുന്നു മാധ്യമങ്ങൾ എന്നാണ് ചോദിച്ചത്. അതായത് പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നവരാണ് മാധ്യമങ്ങളെന്ന് വി ശിവൻകുട്ടി തന്നെ അത് തുറന്ന് കാണിച്ചിരിക്കുകയാണ്. എന്താണ് വി ശിവൻകുട്ടി അന്ന് പറഞ്ഞതെന്ന് നമുക്കൊന്ന് കാണാം. ആ വാർത്തയുടെ വാസ്തവം എന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് അടുത്ത വാർത്തയിലേക്ക് പോകാം. തൊഴിലാളി സംഘടനകൾക്ക് സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്. അവരുടെ സമരാവകാശത്തെ ഞാൻ നിഷേധിക്കുന്നില്ല. ഇന്നലെ എന്നെ KSUക്കാർ എന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കരിങ്കൊടി കാണിച്ചല്ലോ. ഞാൻ 10 മിനിറ്റോടെ നിന്നല്ലോ. അവർ സമരം മുദ്രാവാക്യം വിളിച്ച് തളർന്ന് പോയതിന് ശേഷമാണല്ലോ ഞാൻ അവിടെ നിന്ന് പോയത്. അപ്പോൾ അതുകൊണ്ട് സമരം ചെയ്യാൻ അവകാശം എല്ലാവർക്കും ഉണ്ടല്ലോ, അത് ചെയ്തോട്ടെ. സമരം ചെയ്ത് ഇത്രയും ദിവസമൊക്കെ സമരം ചെയ്യാക്കി ഇരിക്കുന്നവരല്ലേ, ഒന്ന് സമരമൊക്കെ ചെയ്തൊന്ന് ഉഷാറായി വരട്ടെന്ന്. കണ്ടല്ലോ, ഇതാണ് യഥാർത്ഥ വാർത്ത. അതായത് വി ശിവൻകുട്ടി SFIക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. മാധ്യമങ്ങളിൽ വന്നത് വെറും പച്ചക്കള്ളം മാത്രമായിരുന്നു. ഇനി എന്താണ് രണ്ടാമത്തെ വാർത്ത എന്ന് നമുക്ക് നോക്കാം. രണ്ടാമത്തെ വ്യാജ വാർത്ത കണ്ണൂരിലെ ജില്ലാ കമ്മിറ്റി അംഗമായ മുൻ DYFI ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള മനു തോമസിൻ്റെ പേരിലാണ് ഒരു വ്യാജ വാർത്ത ഇവർ പുറത്തുവിട്ടത്. അതായത് മനു തോമസിനെ പാർട്ടി പുറത്താക്കി എന്നാണ് മാധ്യമങ്ങളിലൊക്കെ വന്നു നിറഞ്ഞ വാർത്ത. അതിന് കുറച്ച് മേമ്പൊടിയായിട്ട് മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ കൊടുത്തു. അതായത് തിരുത്തലുകൾ ആവശ്യപ്പെട്ടിരുന്നു മനു. അപ്പോൾ ആ തിരുത്തലുകൾക്ക് തയ്യാറാകാതെ പാർട്ടി മനുവിനെ പുറത്താക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. എല്ലാ മാധ്യമങ്ങളും അത് കോപ്പി പേസ്റ്റ് പോലെ ആഘോഷിക്കുന്ന ഒരു കാഴ്ചയും ഒക്കെ കണ്ടു. എന്താണ് അതിൻ്റെ വസ്തുത എന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. ഇന്ന് രാവിലെ മാധ്യമങ്ങൾ മനു തോമസിനെ കാണാനെത്തി. മനു തോമസ് തന്നെ പറയുന്നുണ്ട്, എന്നെ പാർട്ടി പുറത്താക്കിയിട്ടില്ല, അതൊരു വ്യാജ വാർത്തയാണ്. പിന്നെ നിങ്ങൾക്ക് ഈ വിവരങ്ങൾ എവിടെ നിന്ന് കിട്ടിയെന്നറിയില്ല. ആ വാർത്ത കൊടുത്ത മാധ്യമപ്രവർത്തകരെ കണ്ടിരുന്നെങ്കിൽ അവരുടെ അടുത്ത് ചോദിക്കാമായിരുന്നു എന്നാണ് മനു തോമസ് പറഞ്ഞത്. ഈ 2 വ്യാജ വാർത്തകളാണ് ഈ 2 ദിവസമായിട്ട് മാധ്യമങ്ങൾ പുറത്തുവിട്ട 2 വ്യാജ വാർത്തകൾ. മനു ആ വാർത്തയെ പൊളിക്കുന്ന തെളിവ് കൂടി നമുക്കൊന്ന് കാണാം. മനു തോമസ് എന്ന് പറയുന്ന ജില്ലാ കമ്മിറ്റി അംഗത്തെ പുറത്താക്കി എന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത്. എന്തുകൊണ്ട് മനു തോമസ് പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നു? നിങ്ങളീ പറഞ്ഞ തരത്തിലുള്ള വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് ചില 1-2 മാധ്യമ സ്ഥാപനങ്ങളാണ്, ചാനലുകളാണ് അവരുടെ ഓൺലൈൻ മീഡിയയിൽ അതുപോലെ തന്നെ അല്ലാതെയും ഈ വാർത്ത സംപ്രേഷണം ചെയ്തിരിക്കുന്നത്. ആ ചാനലുകൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കൂടെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ ആ വാർത്ത എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ഞാൻ വരികയാണെങ്കിൽ ഞാൻ അവരോട് ആദ്യം അത് ചോദിക്കണമെന്നാണ് വിചാരിച്ചത്. എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിവരം കിട്ടിയത്, അതിൻ്റെ സോഴ്സ് എന്താണെന്ന് അവരോട് ചോദിച്ചിട്ട് പറയാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ആളുകളെ കൊടുത്ത് കാണുന്നില്ല. അപ്പോൾ സാമ്പത്തിക ഈ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടല്ല, എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് എന്ന വാർത്ത തന്നെ തെറ്റാണ്. ഞാൻ CPMൻ്റെ ഔദ്യോഗികമായ ആളുകളോട്
അതിൻ്റെ നേതൃത്വത്തോട് നിങ്ങൾക്ക് ചോദിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. കണ്ടല്ലോ, അതായത് കഴിഞ്ഞ ദിവസം മനുവിനെ പുറത്താക്കി എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ ആറാടിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ രണ്ട് വാർത്തയും ഈ രണ്ട് ഫേക്ക് ന്യൂസും പൊളിഞ്ഞപ്പോൾ മാധ്യമങ്ങൾ തിരുത്തി പറഞ്ഞു എന്ന് ചോദിച്ചാൽ നമ്മുടെ മാധ്യമങ്ങളല്ലേ, അവർ തിരുത്താൻ തയ്യാറാകില്ല. തിരുത്തലുകൾ ആദ്യം നടത്തേണ്ടത് മാധ്യമങ്ങളാണ്, സ്വയം വിമർശനം ആദ്യം നടത്തേണ്ടത് മാധ്യമങ്ങളാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കിനി പ്രതിപക്ഷം ഈ 2-3 ദിവസം, അതായത് ഈ ആഴ്ച ഇപ്പോൾ 2 ദിവസമായിട്ടുള്ള ഈ 2 ദിവസം ഉന്നയിച്ച വ്യാജ പ്രചരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് സഭയിൽ വി.ഡി. സതീശൻ നടത്തിയ വ്യാജ പ്രചരണം മുതൽ തുടങ്ങാം. ഇന്ന് സഭ ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എങ്ങനെയാണ് സഭ ബഹിഷ്കരിച്ചത്? എന്തിൻ്റെ പേരിലാണ് സഭ ബഹിഷ്കരിച്ചത്? റിപ്പോർട്ടർ ചാനലിലെ നമ്മുടെ ഒരു പ്രസാദ് ഉണ്ടല്ലോ, CID, ഈ ചങ്ങാതി ഒരു കുത്തിത്തിരിപ്പ് വാർത്ത അങ്ങ് പുറത്തു വിടുകയാണ്. ഒരു വ്യാജ വാർത്ത, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിരന്തരം അത്തരത്തിൽ വാർത്ത ചെയ്യുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം, എല്ലാവർക്കും അറിയാൻ പറ്റും. അങ്ങനെ അദ്ദേഹം TP കേസുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത പുറത്തുവിടുന്നു. TP വധക്കേസിലെ പ്രതികളെയൊക്കെ വിട്ടയക്കാൻ പോവുകയാണ്, ശിക്ഷ ഇളവ് കൊടുക്കാൻ പോവുകയാണെന്നായിരുന്നു വാർത്ത. അപ്പോൾ ആ വാർത്ത പൊക്കി പിടിച്ചുകൊണ്ടാണ് ഇന്ന് വി.ഡി. സതീശൻ സഭയിൽ എന്തായാലും ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തണം എന്ന് പറഞ്ഞത്. സ്പീക്കർ അതിനുള്ള അനുമതി നിഷേധിക്കുകയും തുടർന്ന് വി.ഡി. സതീശനും സംഘവും സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോവുകയുമാണ് ഉണ്ടായത്. ഇതിൽ 2 കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. TP വധക്കേസുമായി ബന്ധപ്പെട്ട് ചർച്ചയെടുത്തില്ല. രണ്ടാമത്തെ കാര്യം, അതുകൊണ്ട് ഞങ്ങൾ ബഹിഷ്കരിച്ചു പോകുന്നു, ജനങ്ങളെ നിങ്ങളിതൊക്കെ നോക്കിക്കാണും, എത്ര ക്രൂരമായ സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി നടത്തിയൊരു പ്രഹസനമാണ് നമ്മൾ അവിടെ കണ്ടത്. എന്താണ് ഇതിൻ്റെ വാസ്തവം എന്ന് നോക്കിയാൽ, TP വധക്കേസുമായി ബന്ധപ്പെട്ട് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കാൻ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതികളെ വിട്ടയക്കാൻ വേണ്ടി യാതൊരു നടപടിയും സർക്കാർ സ്വീകരിച്ചിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ജയിൽ മേധാവി തന്നെ അത് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. മാത്രവുമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, TP കേസിലെ പ്രതി എന്ന് മാത്രമല്ല, ഏത് കേസുമായി ബന്ധപ്പെട്ട് അകത്ത് കഴിയുന്ന എത്ര കൊടും ക്രിമിനലുകളാണെങ്കിലും അവരെ ഏതെങ്കിലും ഒരു ജയിൽ മേധാവിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർക്കാർ വിചാരിച്ചാലോ മന്ത്രി വിചാരിച്ചാലോ ഒന്നും അവരെ പുറത്തുവിടാൻ പറ്റില്ല എന്ന യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കുക. ജനങ്ങളെ എത്രമാത്രം തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയും എന്നാണ് മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഞാനീ പറയുന്നതിൽ എന്തെങ്കിലും പൊരുത്തക്കേട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നിയമവിദഗ്ധരോട് ചോദിക്കാം. അവരും ഇതുപോലെ തന്നെ പറയാനാണ് സാധ്യതയുള്ളൂ. ഒരു മന്ത്രി വിചാരിച്ചാലോ അല്ലെങ്കിൽ ഒരു പോലീസ് വിചാരിച്ചാലോ ഒന്നും ഒരു പ്രതിയെ വെറുതെ അങ്ങ് വിട്ടയക്കാൻ എന്തായാലും പറ്റില്ല എന്നതാണ് വാസ്തവം. എന്നിരിക്കെ ഇതൊക്കെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും അറിയാവുന്നതാണ്. പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ലാത്ത ഒരു പറ്റം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക, അത് മാത്രമാണ് ലക്ഷ്യം. ഒപ്പം ഇത്തരം ക്രിമിനലുകളെയൊക്കെ സർക്കാർ കണ്ടില്ലേ, വലിയ രീതിയിൽ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. അവർക്കൊപ്പമാണ് ഈ സർക്കാർ എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ബ്രൂട്ടലായിട്ടുള്ള ചില വിഷയങ്ങളിൽ സർക്കാർ അവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന് വരുത്തി തീർക്കുമ്പോൾ ജനങ്ങൾക്ക് ഇടയിൽ ഈ സർക്കാർ അകലുന്ന അല്ലെങ്കിൽ ഈ സർക്കാരിനെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആ സാഹചര്യത്തിന് വഴിവെട്ടുക എന്ന ആദ്യ പടിയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ചെയ്യുന്നത്. അപ്പോൾ വി.ഡി. സതീശൻ ഒരു വ്യാജ പ്രചരണം നടത്തുകയാണ്. ഒരു വ്യാജ വാർത്ത പൊക്കിപ്പിടിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇന്ന് സഭയിൽ നടത്തിയ ഒരു പ്രഹസനമാണ് ഈ ആദ്യത്തെ കാര്യം. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ജയിലിൽ കഴിയുന്ന 3 പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ വേണ്ടിയിട്ടുള്ള സർക്കാരിന്റെ നീക്കം ആണ് ഞങ്ങൾ ഇന്ന് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭയിൽ കൊണ്ടുവന്നു. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അത് അവതരിപ്പിക്കാനുള്ള അനുമതി ശ്രീമതി KK രമയ്ക്ക് നൽകിയില്ല. അതിന് ബഹുമാനപ്പെട്ട സ്പീക്കർ ഉയർത്തിയ വാദം ഇങ്ങനൊരു നടപടിയുമായി സർക്കാർ പോകുന്നില്ല എന്നതാണ്. സർക്കാർ നിയമസഭയിൽ പറയേണ്ട, മുഖ്യമന്ത്രി നിയമസഭയിൽ പറയേണ്ട മറുപടിയാണ് സ്പീക്കർ പറഞ്ഞത്. രണ്ടാമത് വി.ഡി. സതീശൻ പറഞ്ഞ ഒരു വ്യാജ പ്രചരണം, ഒരു പച്ചക്കള്ളം, അത് ഇന്നലെ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്. മാധ്യമപ്രവർത്തകരോട് പറയുകയാണ്, ഇലക്ഷൻ സമയത്ത് ഞങ്ങൾ ഒരു വർഗീയ പാർട്ടികളുടെയും വോട്ട് മേടിച്ചിട്ടില്ല. SDPയുടെ സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് മൗലവി ഞങ്ങൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങളത് വേണ്ട എന്ന് പറഞ്ഞു എന്നാണ് വി.ഡി. സതീശൻ ഇന്നലെ പറഞ്ഞത്. എന്താണ് അതിൻ്റെ വാസ്തവം? അതായത് SDPI ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ തുടക്കം മുതൽ തന്നെ ഇത് നിഷേധിക്കാനായിട്ട് വി.ഡി. സതീശനും സംഘവും തയ്യാറായില്ല. നമ്മുടെ LDFിൻ്റെ പല നേതാക്കന്മാരും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർത്തിയപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ, ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ഇത്തരം വർഗീയ ശക്തികളോടൊന്നും സന്ധി ചേരുന്ന ആളുകളല്ല എന്ന് കാണിക്കാൻ വേണ്ടി വി.ഡി. സതീശൻ പറഞ്ഞു ഞങ്ങൾക്ക് SDPയുടെ പിന്തുണ വേണ്ട എന്ന് മനസ്സോടെ അദ്ദേഹം പറയുകയാണ്. പക്ഷെ പിന്നീട് എന്താണ് കണ്ടത്? കോൺഗ്രസിൻ്റെ KPCC പ്രസിഡന്റ് പോലും പറഞ്ഞു ഞങ്ങൾക്കത് വേണം എന്ന് പറഞ്ഞു.
കെ മുരളീധരൻ പറഞ്ഞു ഈ പറയുന്ന SDPIയുടെ വോട്ട് വേണം എന്ന്. അപ്പോൾ അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇന്നലെ മാധ്യമങ്ങൾ മുമ്പിൽ ഇത്തരത്തിലൊരു കാര്യം പറയുകയായിരുന്നു. ഏറെ ദുഃഖകരമെന്ന് പറയട്ടെ, ഇത്തരമൊരു പച്ചക്കള്ളം VD സതീശനെ പോലെ ഒരു പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് പറയുമ്പോൾ ഒരു മാധ്യമ പ്രവർത്തകർ പോലും അന്ന് ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്, VD സതീശ ഈ കെ സുധാകരനും ഒപ്പം കെ മുരളീധരനും ഒക്കെ അന്ന് SDPIയുടെ വോട്ട് വേണമെന്ന് പറഞ്ഞത് അങ്ങ് കേട്ടില്ലേ എന്നൊന്നും ചോദിക്കുന്നില്ല. അദ്ദേഹം പറയുന്ന പച്ചക്കള്ളം അതുപോലെ തന്നെ പകർത്തുക എന്നുള്ളതാണ് ഇന്നിൻ്റെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്. ഈ രണ്ട് കല്ലുവശ നുണകളാണ് അദ്ദേഹം ഈ ആഴ്ച ഈ 2 ദിവസം കൊണ്ട് അദ്ദേഹം പറഞ്ഞത്. ഇനി ഈ ദിവസങ്ങൾ കിടക്കുകയാണ്, നിരവധി വ്യാജ പ്രചരണങ്ങളൊക്കെ പുറത്തു വരും. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ കിടപിടിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം കെ മുരളീധരനും ഒരു പച്ചക്കള്ളം മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞിരുന്നു. തൃശ്ശൂർ BJP ജയിച്ചതിനെ കുറിച്ച് അധികം സൂചിപ്പിക്കേണ്ടായി. സത്യത്തിൽ അതിനുള്ള വഴിയൊരുക്കി കൊടുത്ത CPM ആണ്. കെ മുരളീധരൻ തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥിയായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും. തൃശ്ശൂരിലെ സിറ്റിംഗ് സീറ്റായിട്ടുള്ള ആ സീറ്റ് പിടിച്ചടക്കിയത് BJP ആണ്. BJPക്ക് അവിടെ ഒരു സീറ്റ് പിടിക്കാൻ, സുരേഷ് ഗോപിക്ക് MP ആകാനൊക്കെ അവിടെ ഒരു വളമിട്ട് കൊടുത്തത്, അതിനൊക്കെ അവിടെ ഒരു കാരണക്കാരായി മാറിയത് കോൺഗ്രസ്സുകാരാണെന്ന് നമുക്കൊക്കെ അറിയാവുന്ന പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. അപ്പോൾ ഈ സംഭവം നിലവിൽ വലിയ രീതിയിലുള്ള ചർച്ചയാകുന്നു. അവസാനം DCC പ്രസിഡന്റ് അവർ പുറത്താക്കുന്നു. അവിടുത്തെ നിലവിലെ MP ആയിരുന്ന TN പ്രതാപനെ പാർട്ടിക്കാർ വല്ലാത്ത രീതിയിൽ ആക്രമിക്കുന്നു. അദ്ദേഹത്തിനെതിരെ പോസ്റ്ററുകൾ ഇറക്കിക്കൊണ്ട് യുദ്ധം പ്രഖ്യാപിക്കുന്നു. ഈ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. കെ മുരളീധരൻ പോലും 200 ബൂത്തുകളിൽ ഒരു പ്രവർത്തനവും നടന്നില്ല എന്ന് പറഞ്ഞ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് അവിടെ BJP ജയിക്കാൻ കാരണമായത് കോൺഗ്രസ് ആണ് എന്നത് വളരെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ്. അപ്പോൾ ഇപ്പോൾ ഒരു വ്യത്യസ്തമായ നിലപാടുമായി കെ മുരളീധരൻ രംഗത്ത് വന്നിരിക്കുകയാണ്. മുരളീധരൻ പറയുന്നത് അവിടെ CPM ആണ് BJPയെ ജയിപ്പിച്ചത്, അവിടെ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ കാരണക്കാരായി മാറിയത് CPM ആണെന്നാണ് പറയുന്നത്. അതിൻ്റെ വസ്തുത ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം 74,000-ലധികം വോട്ടുകൾക്കാണ് അവിടെ സുരേഷ് ഗോപി ജയിച്ചത്. CPM ആണ് അവിടെ സുരേഷ് ഗോപിയെ സഹായിച്ചതെങ്കിൽ VS സുനിൽകുമാർ, അതായത് LDFിൻ്റെ സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് പോകേണ്ടതാണ്. നോക്കൂ, അത് കോൺഗ്രസിൻ്റെ മണ്ഡലം കൂടിയാണ്. പക്ഷേ 2ാം സ്ഥാനത്ത് മുരളീധരനെ പോലും പിന്നിലാക്കിക്കൊണ്ട് അദ്ദേഹം അവിടെ നിലയുറച്ചു നിന്നു എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രവുമല്ല 84,000-ലധികം വോട്ടുകളാണ് UDFന് ചോർന്നത്. ആ 84,000-ലധികം വോട്ടുകൾ പോയി ചേർന്നത് BJPക്കാണ്. മാത്രവുമല്ല CPMൻ്റെ വോട്ട് ബാങ്കിൽ എന്തെങ്കിലും കുറവ് സംഭവിച്ചു എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ 12,000-ലധികം വോട്ടുകൾ വർദ്ധിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ കെ മുരളീധരൻ പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. എന്തുകൊണ്ടാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒരേപോലെ LDF സർക്കാരിനെതിരെ നിരന്തരം ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനും ഉത്തരമുണ്ട്. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, ഒപ്പം നിയമസഭാ ഇലക്ഷൻ, ഇതിലൊക്കെ LDF സർക്കാരിനെ പരാജയപ്പെടുത്തി UDFന് വലിയ നേട്ടമുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട പണിയെന്ന് പറയുന്നത്. അത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നിരന്തരം വ്യാജ വാർത്തകൾ ജനങ്ങളിലേക്ക് ഇറക്കിവിട്ടാൽ മാത്രമേ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടൂ. ഒപ്പം ഇത്തരം വിഷയങ്ങളിലൊക്കെ ഞങ്ങൾ നീതിക്കൊപ്പമാണെന്ന് കാണിക്കാൻ പ്രതിപക്ഷം നന്നായി അഭിനയിക്കുകയും വേണം. അതാണ് ഇപ്പോൾ പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയുള്ള ഒരു ടോർച്ചുമായി, അതായത് അവർക്ക് അധികാരത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു ടോർച്ചുമായിട്ട് ഫ്രണ്ടിൽ മാധ്യമങ്ങൾ നടന്നു പോകുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ചെറുത്ത് തോൽപ്പിക്കാൻ ഈ പാർട്ടിക്ക് കഴിയും എന്ന വസ്തുത ഇവർ 2019 കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കിയതാണല്ലോ. എന്തായാലും ഇനിയും അതുതന്നെ സംഭവിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മാത്രം LDFന് കിട്ടിയപ്പോൾ ഇനി ഒരിക്കലും LDF അധികാരത്തിൽ വരില്ലെന്നാണ് ഇവർ പറഞ്ഞത്. അതിനുശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, നിയമസഭാ ഇലക്ഷനിലൊക്കെ വലിയ വിജയമാണ് LDF സർക്കാർ കൈവരിച്ചത്. തിരുത്തുന്നില്ല ഈ പാർട്ടി എന്നാണ് ഇവർ പറയുന്ന നിരന്തരമായിട്ടുള്ളൊരു പച്ചക്കള്ളം. തിരുത്തുന്നില്ല എന്ന് ഇവർ ആവർത്തിക്കാനുള്ളൊരു കാരണം വേറൊന്നുമല്ല. ജനങ്ങളിത് കേൾക്കുമ്പോൾ ഓഹോ, അപ്പോൾ തിരുത്തലുകൾക്ക് തയ്യാറാകുന്നില്ലല്ലേ ഈ സർക്കാർ, എന്തൊക്കെയോ തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടല്ലേ തിരുത്തൽ എന്ന് മാധ്യമങ്ങൾ പറയുന്നത്, പ്രതിപക്ഷം പറയുന്നത് എന്നൊക്കെ. ഈ തിരുത്തൽ എന്ന് പറയുന്ന വാചകത്തിൽ തന്നെ ഒരു വലിയ കാപട്യം, ഒരു കള്ളം ഇവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു വലിയ ബോംബ് ഇതിൽ ഇവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എടുത്ത് എറിയുന്നത്. മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിൻ്റെയും വ്യാജ പ്രചരണങ്ങൾ പൊളിച്ചടക്കിക്കൊണ്ട് ഈ സർക്കാർ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ ഇലക്ഷനിലും ചുട്ട മറുപടി കൊടുക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ഈ സർക്കാർ അത് ജനങ്ങൾക്കൊപ്പമാണ്. LDF സർക്കാരിനെതിരെ ഇങ്ങനെ അറഞ്ചും പൊറിഞ്ചും പല രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ ഇറക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, മാങ്ങയുള്ള മാവിലെ കല്ലെറിയൂ. പക്ഷേ കല്ലെറിഞ്ഞ് കൈ കഴയ്ക്കുമ്പോൾ പതിയെ പൊക്കോളും. കേട്ടിട്ടില്ലേ സൂര്യനെ നോക്കി കുരയ്ക്കുന്ന പട്ടികളുടെ കഥ? അതാണ് പ്രതിപക്ഷത്തിൻ്റെ അടുത്തും മാധ്യമങ്ങളുടെ അടുത്തും പറയാനുള്ളത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് മറ്റൊരു എപ്പിസോഡുമായി കാണും വരെ ഗുഡ് ബൈ.